പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് അല്പസമയം വീണ്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി സംസാരിപ്പാൻ സർവശക്തൻ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത ഈ രാവിലെ സമയം ദൈവമക്കളുമായി പങ്കുവെക്കട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന, ദൈവസന്നിധിയിൽ സങ്കടങ്ങളെ ബോധിപ്പിക്കുന്നൊരു ഹന്ന, കരയുന്നൊരു ഹന്ന, പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ വിഷയങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ഹന്നയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എഫ്രൈം മലനാട്ടിലെ രമാധയും സോഫീമിൽ എൽഖാന എന്ന പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ എലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകനായിരുന്നു. എലീഹു എഫ്രൈമിനായ സൂഫിൻ്റെ മകനായ തോഹുവിൻ്റെ മകനായിരുന്നു. എൽഖാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒന്ന് പെനീനയും 2 ഹന്നയും. അങ്ങനെ മുന്നോട്ട് പോയിക്കുന്ന കാലഘട്ടങ്ങളിൽ പെനീനയ്ക്കും മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കും മക്കളില്ല. നമുക്ക് ആ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹന്നയ്ക്കും മക്കളില്ല. എന്നാൽ ഹന്നയുടെ ജീവിതത്തിൽ അതെന്നും ഒരു വലിയൊരു ശൂന്യതയായിട്ട് നിലകൊണ്ടു. എന്നാൽ ആ വിഷയത്തിന് നടുവിലൊരു മറുപടി കിട്ടാൻ വേണ്ടി, അതിനൊരു നീക്കുപോക്കം ഉണ്ടാകാൻ വേണ്ടി ഹന്ന ആഗ്രഹിച്ചു. താൻ അതിന് കണ്ട പോംവഴിയാണ് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക, ദൈവത്തോട് തൻ്റെ സങ്കടം ഇറക്കി വെക്കുക. എന്തു ചെയ്തു? അവളെ നമുക്ക് കാണാൻ കഴിയും. 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഹന്നായെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചു. ഈ വേദപുസ്തകം ഈ ഭാഗം പല പ്രാവശ്യം ഞാൻ ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ദൈവം അവളുടെ ഗർഭം അടച്ച്? അവൾക്ക് എന്തുകൊണ്ട് തലമുറയെ കൊടുത്തില്ല? പെനീനയുടെ തലമുറകളെക്കുറിച്ച് നമ്മളെങ്ങും ആധികാരികമായി കേൾക്കുന്നില്ല. പക്ഷേ ഹന്നയ്ക്ക് തലമുറയുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള തലമുറയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഹന്ന പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നമ്മളൊക്കെ നമ്മൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കളും പ്രാർത്ഥിക്കത്താവെ ഞങ്ങൾക്ക് ഊനമില്ലാത്ത നല്ലൊരു തലമുറയെ തരണം, അതാണായാലും പെണ്ണായാലും. പക്ഷേ ഇവിടെ ഹന്ന ദൈവസ്ഥലൊരു നേർച്ച നേർന്നു, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ആയുഷ്കാലം മുഴുവനും യഹോവയ്ക്ക് നിവേദിതനാക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, അവളുടെ തീരുമാനം എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നെ വേണം. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ മതി എന്നല്ല അവൾ പറഞ്ഞേ. എനിക്ക് തരുന്നെങ്കിൽ ഒരു പുരുഷ സന്താനത്തെ തരണം. അത് ഞാനെന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടിയല്ല, ഞാൻ യഹോവയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം തന്ന ആ അവകാശത്തെ ദൈവനാമത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു പുരുഷ സന്താനത്തെ ആവശ്യമാണ്. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമേ, 2 ചിന്തകൾ ഈ വിഷയത്തിൽ നിന്ന് ദൈവം നമുക്ക് ചിന്തിക്കാനുണ്ട്. ദൈവം എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരാളുടെ വഴിയും വാതിലുകളൊന്നും ദൈവം അടയ്ക്കത്തില്ല. എന്തെങ്കിലും കാരണമില്ലാതെ ഒരാളുടെ വഴിയും വാതിലും ദൈവം അടയ്ക്കത്തില്ല. കാരണം അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അടുത്ത കാര്യം, ദൈവം അടച്ചൊരു കാര്യം എന്നേക്കും അടച്ചെന്ന് നമ്മൾ കരുതുകയും വേണ്ട. കാരണം ദൈവം അടച്ചത് തുറക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥന മാത്രമേ ഭരിക്കത്തുള്ളൂ. പ്രവചനം കേൾക്കാം, ദൂത് കേൾക്കാം, അരുളപ്പാട് കേൾക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവം അടച്ചത് ഒരു വിഷയത്തിന് മറുപടി കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം ആ വിഷയത്തിന് മറുപടി തരികയുള്ളൂ. അപ്പോൾ ദൈവം വാതിൽ അടച്ചു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, പ്രാർത്ഥിച്ചാൽ തക്ക സമയത്ത് തുറന്നു തരാൻ വേണ്ടിയാണ് ദൈവം വാതിലടച്ചത്. എന്നെ കേൾക്കുന്ന മാന്യം സുഹൃത്തുക്കളെ, നാളുകളായി വിഷയം ഓപ്പണാകാതെ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ, എന്തുകൊണ്ട് ദൈവമേ ഒരു വഴി തുറക്കപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഭാരപ്പെടേണ്ട. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് പകൽ തൻ്റെ ജനത്തോട് ഈ സന്ദേശം വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഹന്നായിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. അവൾ ആണ്ടുതോറും ആലയത്തിൽ പോയി തൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അവളെ മുഷിമിപ്പിക്കുന്ന, അവളെ നിന്ദിക്കുന്ന, അവളെ പരിഹസിക്കുന്ന, അവളെ മാച്ചിയെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അവളെ
വളരെ വളരെയേറെ അവളോട് പോരാടുന്ന ഒരു കഥാപാത്രമായിരുന്നു പെനീന. പക്ഷേ ആ പെനീന ഉള്ളതുകൊണ്ട് ഹന്നയ്ക്ക് ആഴത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി. നിന്നയും കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അവൾ ദൈവസന്നിധിയിൽ മനസ്സ് വേദനിച്ചെങ്കിലും ദൈവസന്നിധിയിൽ കൂടുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുത്തുന്ന ചില വിഷയങ്ങൾ നേരിടുമ്പോൾ, നമ്മെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, നാം ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത കടന്നു വരുമ്പോൾ, നാം ആരുമില്ലാതെ ഒരു സഹായത്തിന് പോലും ആരും കൂടെ ആശ്വസിപ്പിക്കാനില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു മുഖാന്തരമാണ് ദൈവം ഒരുക്കി തരുന്നത്. നമുക്ക് ദൈവത്തോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാൻ ദൈവം ഒരു വഴി തുറന്നു തരിക, ദൈവത്തെ കൂടുതലായിട്ടൊന്ന് അറിയാൻ, അനുഭവിച്ചറിയാൻ. യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ യോബ് പറഞ്ഞു, യഹോവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു. തൻ്റെ ജീവിതത്തിലെ തകർച്ചയെ ഗുണമാക്കി മാറ്റാൻ യോബ് ശ്രമിക്കുകയാണ്, അത് നന്മയാക്കി മാറ്റാൻ യോബ് ശ്രമിക്കുക, നേട്ടമാക്കി മാറ്റാൻ യോബ് ശ്രമിക്കുകയാണ്. കാരണം ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇത്രയും ഭക്തനായി അവൻ മാറിയെങ്കിൽ അവൻ പറയുകയാണ്, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടതേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. പ്രിയമുള്ള സഹോദരി, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യൗവനക്കാരാ, താങ്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളൊരു ദൂതുണ്ട്. വഴി അടഞ്ഞു പോയിട്ടില്ല. ദൈവം അടച്ചെന്ന് താങ്കൾക്ക് ചിന്തിക്കുക. എന്തുകൊണ്ട് ദൈവമേ എൻ്റെ വഴി അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുമ്പോൾ ഓർത്തോണം, തക്ക സമയത്ത് ആ വഴി താങ്കൾക്ക് വേണ്ടി തുറന്നു തരാനാണ്. പ്രൈസലോ, നമ്മെ മുഷിപ്പിക്കുന്നവർ പലരും നമ്മുടെ വീടിനകത്ത് കാണും, നമ്മുടെ പള്ളികളിൽ കാണും, നമ്മുടെ ദേശത്ത് കാണും, നമ്മുടെ സഹപാഠികളിൽ കാണും. നമ്മളെ നിന്ന വാക്കുകൾ കൊണ്ട് പൊതിയുന്ന ആളുകൾ കണ്ടേക്കാം, നിനക്കത് കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങളത് അനുഭവിക്കുന്നു, നീ എന്തുകൊണ്ട് നിനക്കിതുവരെ കിട്ടി എന്ന് പറഞ്ഞ് നമ്മെ പുച്ഛിച്ച് തള്ളുന്ന ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. പക്ഷേ അതിന് നടുവിലൊന്നും നമ്മൾ തളരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നൊരു പൂർണ്ണ വിശ്വാസം. അതുകൊണ്ടാണ് ഹന്ന കൂടി ആലയത്തിലേക്ക് പോയത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഗർഭമടച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവം ഗർഭമടച്ച്? ഒരു ശമൂവേലിനെ നൽകാൻ വേണ്ടിയാണ്. പ്രതിയോഗി മുഷിപ്പിച്ചു. എന്തിനു വേണ്ടിയാണോ പ്രതിയോഗി മുഷിപ്പിച്ചെന്നറിയാമോ? അവൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ ഉള്ളൊരു മുഖാന്തരമാണ്. ദൈവം ചില മുഖാന്തരങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ അതിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, സ്തോത്രം ചിലതൊക്കെ തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടായാൽ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, എൽക്കാന അവരെ ആശ്വസിപ്പിക്കുവാൻ നോക്കി. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ അധികമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കുന്നൊരു ഭർത്താവൊക്കെയാണ്. പക്ഷേ അവന് പോലും അവളുടെ ജീവിതത്തിൽ ഒരാശ്വാസം പൂർണ്ണമായി കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവൾക്കറിയാം, ആരാശ്വസിപ്പിച്ചാലും എൻ്റെ സങ്കടം മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പോയി കരയണം. അവൾ അവിടെ നിന്ന് ഓടിയത് എങ്ങോട്ടാണ്? ആലയത്തിനകത്തേക്ക്. അവൾ ആരുടെക്കലും പോയി ഒരു വിഷയം ഷെയർ ചെയ്യാതെ അവൾ മുഴങ്കൽ മടക്കിയ ദൈവസന്നിധിയിലാണ്. അവൾ കരഞ്ഞത് ദൈവത്തിൻ്റെ അടുക്കലാണ്. അവൾ പറഞ്ഞത് ദൈവത്തോടാണ്, എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം. ദൈവത്തിൽ ഒരു നേർച്ച നേർന്നു. പ്രിയരെ, നാം ഒരു നേർച്ച ദിവസം നേർന്നാൽ അതുപോലെ പാലിക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ പാലിച്ചേ പറ്റുകയുള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ നാം ദൈവത്തിന് കടക്കാരായി മാറും. അവൾ ദൈവത്തോട് പറഞ്ഞ ഒരു ഉടമ്പടിയുണ്ട്, ദൈവം എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നു, എൻ്റെ പ്രാർത്ഥന കണ്ട് എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ അങ്ങേക്ക് വിട്ടുതരും. അവളുടെ ജീവിതത്തിൽ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അവൾക്കൊരു ബാലനെ ദൈവം കൊടുത്തു, ശമൂവേലിനെ ദൈവം കൊടുത്തു. ശമൂവേലിനെ യഹോവയ്ക്ക് നിവേദിതനാക്കപ്പെട്ടു. ആലയത്തിനകത്ത് പിന്നെ അവൻ്റെ വാസമായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പറയാം, ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ദൈവം നമ്മളോട് ഉത്തരമരുളുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് മറുപടി തരാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ വിരാമമിടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, തടസ്സങ്ങൾ പലത് ജീവിതത്തിൽ കടന്നു വരും, എതിർപ്പുകൾ പലത് ജീവിതത്തിൽ കടന്നു വരും, നിന്നയുടെ അപമാനത്തിൻ്റെ പരിഹാസത്തിൻ്റെ വാക്കുകൾ പലതും നാം കേൾക്കേണ്ടി വരും. പക്ഷേ അവിടെ തളർന്നു പോകരുത്. വെക്കേണ്ടവൻ്റെ സന്തതിയിൽ ഇറക്കേണ്ടവൻ്റെ സന്ധി വിഷയങ്ങൾ ഇറക്കി വെക്കുക. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
അതെ, ഭാരം വെക്കേണ്ടത് മനുഷ്യൻ്റെ മുമ്പിലല്ല, ഇറക്കി വെക്കേണ്ടത് നമ്മളെ ആമേൻ വിടുവിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ മേൽ നിൻ്റെ ഭാരം വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. ഹന്നായെപ്പോലെ പലരും നമ്മെ വേദനിപ്പിക്കുമ്പോൾ ഹന്നായെപ്പോലെ ഹൃദയം ദൈവസന്നിധി തകർന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നമ്മൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിൻ്റെ മറുപടി സ്വർഗത്തിലെ ദൈവം നമ്മെ തരും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു മേഖലയിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്നാഹ്വാനത്തോടെ തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിജയത്തോടെ നയിച്ചുകൊണ്ട് നിത്യതയ്ക്ക് അവകാശികളായി തീരാമെന്ന ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.